വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനു പിന്നാലെ നിരവധി വിദ്യാർത്ഥികളുടെ കരിയർ ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധിക്കാൻ ഇപ്പോഴുമുള്ളത് ആകെ SFIക്കാർ മാത്രം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു എന്ന് വലിയ തോതിൽ ആഘോഷങ്ങൾ അരങ്ങേറുകയാണ്. ആ ആഘോഷങ്ങൾ അരങ്ങേറുന്നവർ നീറ്റ് പരീക്ഷ എഴുതിയ സ്വന്തം മക്കൾ വീട്ടിലുണ്ടെങ്കിൽ, തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണെങ്കിൽ കൂടി സ്വന്തം മക്കളുടെ കരിയറിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തെരുവിൽ ആരുണ്ടെന്ന് നോക്കും. അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ, ശബ്ദമുയർത്താൻ SFI മാത്രം. എന്തിനേറെ പറയുന്നു, ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് SFI പ്രതിഷേധത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കപ്പെട്ടു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ആശങ്കയുള്ളത്, ആകുലതയുള്ളത്, പ്രതികരിക്കാനൊക്കെ അതൊക്കെ ഇവിടുത്തെ SFIക്കാരന്മാരുണ്ടല്ലോ, അവന്മാരെ പണിയാണ്. എവിടെയാണ് യൂത്ത് കോൺഗ്രസ്, എവിടെയാണ് ABVP, എവിടെയാണ് MSF? ഇവർക്കാർക്കും ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ല. ഇനിയിപ്പോൾ പ്രതികരിച്ചാൽ കേന്ദ്രന്മാർ നമ്മളോട് പിണങ്ങിയാലും ആ മനോഭാവവും ആ അടിമത്വവും നോക്കണേ. ഒരു കാര്യം ശ്രദ്ധിക്കുക, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ കരിയറാണ് വഴിയാധാരമായിരിക്കുന്നത്. ഒരു വർഷമോ അതിലേറെ നീണ്ട അവരുടെ അധ്വാനമാണ്. രാപ്പകലില്ലാതെ മെഡിസിൻ വിദ്യാഭ്യാസം എന്ന സ്വപ്നം പേറി അവർ കഠിനാധ്വാനം ചെയ്ത സന്ദർഭത്തിൽ ഈ നാട്ടിലെ ഭരണകൂടം പരീക്ഷകൾ സ്വകാര്യ ഏജൻസികൾക്ക് കൊടുത്ത് അതിലൂടെ ചോദ്യപേപ്പർ ചോർത്തി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ടെലിഗ്രാമിൽ ഉൾപ്പെടെ വിറ്റു എന്ന വാർത്ത വരുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന പരീക്ഷകൾക്കൊക്കെ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഒരുപക്ഷെ ഈ ടെലിഗ്രാമിലൂടെ ചോർന്ന വിവരം പുറത്തു വന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരീക്ഷ എഴുതി ആരൊക്കെയാണോ പൈസ ഉള്ളവന്റെ മക്കൾ, അവരുടെ മക്കൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന സാഹചര്യം ഉണ്ടായേനെ. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ പുറത്തേക്കും പോയേനെ. ആ രീതിയിൽ ഈ നാട്ടിൽ വിദ്യാഭ്യാസം പോലും കച്ചവടമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രം കൊണ്ടുവന്നത് അവർക്ക് ഇത് താല്പര്യമുള്ളവർക്ക് ചില പദവികളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കച്ചവടം ഉറപ്പിക്കാനാണെന്ന് സംശയമുണ്ടാകുകയാണ്. അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ഏജൻസി തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലക്ഷങ്ങൾ വാങ്ങി വിറ്റെങ്കിൽ, ഒരു കാര്യം ആലോചിക്കുക, 10 ലക്ഷം വരെയാണ് ചോദ്യപേപ്പറിന് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തൊരു പ്രവൃത്തി ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് സംഘപരിവാർ സർക്കാരുകൾ നശിപ്പിച്ച് നാമാവശേഷമാക്കിയത് എന്നതിൻ്റെ തെളിവാണ്. ഈ നാട്ടിലെങ്ങാനുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്തൊരാഘോഷമാണ്. കേന്ദ്രന്മാരായതുകൊണ്ട് കേരളത്തിൻ്റെ ഭരണപക്ഷക്കാർക്ക്, നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോഴോ അവർക്ക് പ്രതിഷേധമില്ല, ഭരണപക്ഷത്ത് വന്നിട്ട് പോലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ MSFിനോ ABVP പോലും തയ്യാറാകുന്നില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ആരുണ്ട് എന്ന് നിങ്ങൾ തന്നെ തെരുവിലേക്ക് കണ്ണു തുറന്നു നോക്കി ഉത്തരം കണ്ടെത്തിക്കോളൂ.